ഞാൻ ഒരു എക്സാമ്പിൾ ഞാനത് പറഞ്ഞുതരാം. നോക്കിക്കോളൂ. ഞാനൊരു ഒരു പോളിനോമിയൽ എടുക്കുകയാണ്. നോക്കിക്കോളൂ, ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് ചെയ്തത് വേണമെങ്കിൽ ഒരെണ്ണം അല്ല വേണ്ട നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. എഴുതിക്കോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x² മൈനസ് 8x പ്ലസ് 6. ഇതിൻ്റെ സീറോസ് എനിക്ക് കണ്ടുപിടിക്കണം. സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് എക്സിനെ എന്ത് ചെയ്യണം? 0 ഈക്വേറ്റ് ചെയ്യണം. ആണോ? ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? 2x² മൈനസ് 8x പ്ലസ് 6. അത് 0 ഈക്വേറ്റ് ചെയ്തു. 2 ഞാൻ എനിക്കിവിടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും x² കോഎഫിഷ്യന്റ് 1 ആക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ x² മൈനസ് 4x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഈ 2 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0ക്ക് താഴോട്ട് പോകുമ്പോൾ x² മൈനസ് 4x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0/2. 0/2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് x² മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് -4, സി എന്ന് പറയുന്നത് +3 ആണ്. ഓക്കെ ആണോ? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് a ഇൻറ്റു സി ആണ്, അതായത് 1 ഇൻറ്റു 3 ആണ്, അതായത് 3 ആണ്. സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് ബി ആണ് സമ്മ്, അതായത് -4 ആണ്. അങ്ങനെയാണ് നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സിൻ്റെ പ്രത്യേകത 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 വരണം, 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -4 വരണം. അങ്ങനെ ഒരു നമ്പർ എന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കണം. എന്താണ് അങ്ങനെയുള്ള നമ്പർ? എന്തായിരിക്കും നമ്പർ? -3 -1 ആണോ? ആണ്. -3 ഇൻറ്റു -1 ചെയ്ത് കഴിഞ്ഞാൽ +3 കിട്ടും. -3 പ്ലസ് -1 ചെയ്ത് കഴിഞ്ഞാൽ -4 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² മൈനസ് 3x മൈനസ് 1x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 ആണോ? അതെ. അവിടെ നിന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 3 വരും. ഇവിടെ കോമൺ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കോമൺ എടുക്കാനൊന്നുമില്ലെങ്കിൽ 1 കോമൺ എടുക്കുക. പക്ഷെ 1 അല്ല ഇവിടെ കോമൺ എടുക്കേണ്ടത്. 1ന്റെ മുമ്പിൽ മൈനസ് ആയതുകൊണ്ട് -1 വേണം കോമൺ എടുക്കാൻ. ഓക്കെ. എന്നിട്ട് എന്താണ്? മൈനസ് കോമൺ എടുത്തിട്ട് ബാക്കി എന്തെന്ന് വരും? x മൈനസ് 3 ഈക്വൽ ടു എന്താ? 0. ഓക്കെ. ഇനിയും നമ്മൾ വീണ്ടും ഇവിടെ രണ്ടും ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് x മൈനസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x മൈനസ് 1 that will be equal to 0 and we will get x minus 3 is equal to 0 and x is equal to 3. അതേപോലെ തന്നെ x minus 1 is equal to 0, x is equal to 1. ഓക്കെ. അപ്പോൾ നമുക്ക് 0 വാല്യൂ ആണ് കിട്ടിയത്. ഈ 0 വാല്യൂവിൽ ഒരു 0 വാല്യൂ 3ഉം ഒരു 0 വാല്യൂ 1ഉം അല്ലേ? അപ്പം ഒരു 0 വാല്യൂവിനെ ഞാൻ ആൽഫ എന്ന് വിളിക്കുകയാണ്, ഒരു 0 വാല്യൂവിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്ക് സം കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ആൽഫേനെയും ബീറ്റേനെയും കൂടെ കൂട്ടിയാൽ മതി, അതായത് 3 + 1 അതായത് 4 ആണോ? പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്താ? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 0 വാല്യൂവിനെയും ഈ മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഇൻറ്റു ബീറ്റ, 3 × 1 3. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു ഇക്വേഷൻ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റും സമ്മും കണ്ടുപിടിച്ചിട്ട് അതിനെ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് 2 എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഒരെണ്ണത്തിന് ആൽഫ ഒരെണ്ണം ബീറ്റ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് മാനുവലി ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ആണോ? എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ഡയറക്റ്റ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എപ്പോഴും ആലോചിച്ചോണം. സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്താൽ അറിയോ? നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ, ഇത് ഓർത്ത് വെച്ചോണം, കോഎഫിഷ്യന്റ് ഓഫ് x². ഇത് സം കണ്ടുപിടിക്കാനുള്ള, സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതേപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ?
പ്രൊഡക്റ്റ് ഓഫ് സീറോസ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഈക്വേഷൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നെഗറ്റീവ് കോഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ കോഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആയിരുന്നു. ഇവിടെ കോഷ്യന്റ് ഓഫ് എക്സ് അല്ല, കോൺസ്റ്റന്റ് ടേം ഏതാണോ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. അപ്പം ഓർത്ത് വെക്കാൻ എളുപ്പവഴിയുണ്ട്. രണ്ടിന്റെ ആദ്യം സം കണ്ടുപിടിക്കുക, പിന്നെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി അങ്ങനെയല്ലേ കണ്ടുപിടിക്കുന്നത്, അതോ പ്രൊഡക്റ്റ് ആണോ ആദ്യം കണ്ടുപിടിക്കുന്നത്? ഇല്ല, സമ്മ്. ഓക്കെ, അപ്പം സം കണ്ടുപിടിക്കാൻ വേണ്ടി സം ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ഡിനോമിനേറ്ററിൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണെന്ന് ഓർക്കുക. സം കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് എക്സും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോഴും കോൺസ്റ്റന്റ് ടേം ആയിരിക്കും മോളിൽ വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ട് സമ്മും പ്രൊഡക്റ്റും മാനുവലി കണ്ടുപിടിച്ചു. എന്നാൽ ഇക്വേഷൻ വഴി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ഇവിടുത്തെ നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? എക്സിന്റെ കോഎഫിഷ്യന്റ് 8 ആയിരുന്നു. ആണോ? ആണ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് 8 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -4. മാനുവലി ചെയ്തപ്പോഴും നമുക്ക് ഒരു സെക്കൻഡ്, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. -8 അല്ലേ ഞാൻ വരുന്നത്? -8 അല്ലേ വരുന്നത്? അപ്പോൾ ഓൾറെഡി നമുക്ക് നെഗറ്റീവ് ഓഫ് -8 എന്നല്ലേ വരേണ്ടത്? ആണോ? അപ്പം നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് -8 ആണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്താണ്? 4 എന്ന് വരും. കാരണം ഇത് എന്തെന്ന് വരും? നെഗറ്റീവ് ഓഫ് -8 എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് 8 ആണോ? ഓക്കെ, അപ്പം നമുക്ക് പോസിറ്റീവ് 8 ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. പോസിറ്റീവ് 8 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 4. ഇത് തന്നെയല്ലേ മാനുവലി ചെയ്തപ്പോഴും കിട്ടി? ഓക്കെ, ഇനിയും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇക്വേഷൻ കാണാൻ പഠിച്ച് ചെയ്യുമായിരുന്നല്ലേ? അത് നമുക്ക് ലോജിക്കലി ഇക്വേഷൻ വഴി ചെയ്യുവാണെങ്കിലും മാനുവലി ചെയ്യുവാണെങ്കിലും സെയിം കിട്ടും എന്നുള്ളത് ഞാൻ തെളിയിച്ചു തന്നതാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ എന്താ? കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ? കോൺസ്റ്റന്റ് ടേം നമുക്ക് ഇവിടെ എന്താ? 6 ആയിരുന്നു. ആണോ? 6. കോഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. അപ്പോൾ 6/2 എന്താ? 3. കണ്ടോ? മാനുവലി ചെയ്തപ്പോഴും നമുക്ക് 3 കിട്ടി, ഇക്വേഷൻ വഴി ചെയ്തപ്പോഴും നമുക്ക് 3 കിട്ടി. അപ്പം നമുക്ക് എന്താ? നമ്മളത് എന്ത് ചെയ്തു? അത് വെരിഫൈ ചെയ്യുകയും ചെയ്തു. വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സീറോസ് നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? 0 വാല്യൂ നമുക്ക് കിട്ടിയത് സെയിം ആയതുകൊണ്ടാണ് മാനുവലി ചെയ്തപ്പോൾ സമ്മും പ്രൊഡക്റ്റും കിട്ടിയത് തന്നെ ഇക്വേഷൻ ചെയ്തപ്പോഴും കിട്ടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 0 വാല്യൂ കറക്റ്റ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം. നെഗറ്റീവ് ഓഫ് b/a എന്നും c/a എന്നും അങ്ങനെ ഓർത്താൽ മതി, കുറച്ചുകൂടെ എളുപ്പം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നെഗറ്റീവ് b/a എടുക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? c/a എടുക്കാം. നെഗറ്റീവ് b/aയും c/aയും. ഓക്കെ ആണോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത്രയും കൺസെപ്റ്റ് പഠിപ്പിക്കാനുള്ളൂ. ഇനി വേർഡ് പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. ഇത്രയല്ലേ സ്കൂളിൽ പഠിപ്പിച്ചോളൂ? വേർഡ് പ്രോബ്ലം ചെയ്യിച്ചോ? ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഞാൻ ഒരെണ്ണം ചെയ്യുക, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ each with given numbers as the sum and product of its zeros respectively. ഒന്നാമത്തെ അവർ തന്നിരിക്കുന്നത് 1/4 -1 ആണ്. എപ്പോഴും ആലോചിച്ചോണം, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ഈച്ച് ഗിവൺ നമ്പേഴ്സ് ആസ് സം ആൻഡ് പ്രൊഡക്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ചിലർ പറയും, ചില ക്വസ്റ്റ്യൻ തരും ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് ഈച്ച് വിത്ത് ഗിവൺ നമ്പേഴ്സ് ആസ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് ചോദിച്ചിട്ട് ഇത് തന്നു കഴിഞ്ഞാൽ ഇത് ആൽഫയും ഇത് ബീറ്റയും ആണെന്ന് അർത്ഥം. എന്നാൽ ഇവിടെ സമ്മാണ് തന്നിരിക്കുന്നത്, സമ്മും പ്രൊഡക്റ്റും ആണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? ഇത് ആൽഫ പ്ലസ് ബീറ്റയും ഇത് ആൽഫ ബീറ്റയും എന്നർത്ഥം. ശ്രദ്ധിച്ചോണം. ഓക്കെ,
ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സമ്മും പ്രൊഡക്റ്റും തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത്. അപ്പം ഒരെണ്ണം ആൽഫ പ്ലസ് ബീറ്റയും ഒരെണ്ണം ആൽഫ ഇൻറ്റു ബീറ്റയും ആണ്. എന്നാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വിത്ത് ഈ ഗിവൺ നമ്പേഴ്സ് ആസ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തുവാ? ഇപ്പൊ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ 1/4 എന്ന് പറഞ്ഞാൽ എന്ത് വന്നേനെ? ആൽഫ. ആൽഫ. -1 എന്ത് വന്നേനെ? ബീറ്റ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ആ. അപ്പം ഇവിടെ എന്തായാലും ചെയ്യാം. ഇത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 1/4 തന്നിട്ടുണ്ട്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? -1 തന്നിട്ടുണ്ട്. എപ്പോഴും ഒരു കാര്യം കൂടെ ആലോചിച്ചോണം. അത് ഞാൻ തരാൻ വിട്ടുപോയി. ഈ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നല്ലോ. എഴുതി. അപ്പം ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് തന്നെ അങ്ങോട്ട് ഒരു ഇതങ്ങ് എഴുതിക്കും. ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. quadratic polynomial with sum and product given. എന്തായിരിക്കും അറിയാമോ? എക്സ് സ്ക്വയർ മൈനസ് കൊടുത്തിരിക്കണം. മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഇത്രയേ ഉള്ളൂ. അതായത് എക്സ് സ്ക്വയർ മൈനസ് തന്നെ ഇവിടെ കൊടുക്കണം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ്, അതായത് പി ഓഫ് എക്സ് ഈസിക്കൽ ടു നോക്കാം. പി ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതായിരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ എന്തെന്ന് പറയുന്നത്, ജനറൽ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പം ഈ എന്താണ് ഇതിനെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈസിക്കൽ ടു 0 എന്ന് എഴുതാം. കാരണം എന്താ? ആൽഫ ബീറ്റയും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പോളിനോമിയൽ എന്തിന് ഈക്വേറ്റ് ചെയ്യണം? ആൽഫ പ്ലസ് ബീറ്റ. അല്ല, ആൽഫ പ്ലസ് ബീറ്റയും അല്ലെങ്കിൽ ആൽഫയും ബീറ്റയും കിട്ടണമെങ്കിൽ നമ്മൾ ആ പോളിനോമിയൽ എന്തിന് ഈക്വേറ്റ് ചെയ്യണം? 0. അപ്പം ഈ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ എക്സ്. അത് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ശരിക്കും പറയുവാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ്. ഇതായിരിക്കും എന്ത്? പ്രൊഡക്റ്റ് ഈസിക്കൽ ടു 0. ഇതായിരിക്കും നമ്മുടെ എന്ത്? ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് ദ സം ആൻഡ് പ്രൊഡക്റ്റ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് സമം പ്രൊഡക്റ്റും അല്ലേ. അപ്പൊ നമുക്ക് അത് ഇവിടോട്ട് അപ്ലൈ ചെയ്താൽ പോരെ? എന്താ? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് നമുക്കറിയാം പ്ലസ് ആൽഫ ബീറ്റ ഈസിക്കൽ ടു 0 ആണ്. ആണോ? അല്ലെങ്കിൽ അതിനെ പി ഓഫ് എക്സ് ആയിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്തില്ലെങ്കിൽ പി ഓഫ് എക്സ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരെണ്ണം എന്താ? നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരെണ്ണം എന്താ? ക്വസ്റ്റ്യൻ 1/4 -1. അപ്പോൾ നമുക്ക് എന്താ 1/4 ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കൊടുക്കുന്നിടത്ത് എന്ത് കൊടുക്കാം? 1/4. 1/4 എക്സ് പ്ലസ് ആൽഫ ബീറ്റ കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കാം? -1. ഈസിക്കൽ ടു എന്താ? 0. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയാമോ? എക്സ് സ്ക്വയറിന്റെ കൂടെയോ അല്ലെങ്കിൽ എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഫ്രാക്ഷൻ ആവാൻ പാടില്ല. പക്ഷെ ഇവിടെ ഫ്രാക്ഷൻ ഉണ്ടല്ലോ. ഫ്രാക്ഷൻ ഇല്ലേ? എക്സിന്റെ കൂടെ 1/4 അല്ലേ? അപ്പൊ അത് ഒരേ ലൈനിൽ വരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാം. എൽസിഎം എടുക്കാന്ന് പറയും അല്ലേ? ശരിയല്ലേ? അതായത് ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. ഡിനോമിനേറ്റർ കോമൺ ആക്കണം. അതിനുവേണ്ടി ഇവിടെ ഇൻറ്റു 4 ചെയ്യണം, ഇവിടെ ഇൻറ്റു 4 ചെയ്യണം, ഇവിടെ ഇൻറ്റു 4 ചെയ്യണം, ഇവിടെ ഇൻറ്റു 4 ചെയ്യണം. ആണോ? അപ്പം ഇവിടെ എന്ത് വരും? 4x² / 4 മൈനസ് 1x / 4 മൈനസ് 4/4. ആണോ? ഈസിക്കൽ ടു 0. ഇനി ഡിനോമിനേറ്റർ കോമൺ ആക്കാം. 4x² മൈനസ് 1x മൈനസ് 4 ഹോൾ ഡിവൈഡ് ബൈ 4 ഈസിക്കൽ ടു 0. ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x² മൈനസ് 1x മൈനസ് 4 ഈസിക്കൽ ടു 0. This is the required quadratic equation having the sum being 1/4 and product being -1. Okay. 4 0 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 ആവില്ലേ? അതെങ്ങനെയാ? 0 into any number is 0 itself. ഓക്കെ. 1 ആയിട്ട് ചെല്ലുമ്പോഴല്ലേ 4 വരുന്നത്?
ആ ഇത് ഓർത്തോണം കേട്ടോ, ഇതൊക്കെ ഓർത്തോണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. എന്നാ പുറകിൽ ആൻസർ ഒന്ന് പോയി നോക്കി, ഇത് തന്നെയാണോ? അതെ. ഓക്കെ. ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ട് താഴത്തെ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. അതായത് രണ്ടാമത്തേത്, അതായത് അതിന്റെ സമ്മ് തന്നിരിക്കുന്നത് √2ഉം പ്രൊഡക്റ്റ് തന്നിരിക്കുന്നത് 1/3 ആണോ? ഈ മുകളിലത്തെ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നോ? ഇല്ല, ഇപ്പൊ തരും. എന്നാ എഴുതിക്കോ. കഴിഞ്ഞു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ്റേത് നോക്കിക്കോളൂ. √2ഉം 1/3 ആണ്. അപ്പോൾ √2ഉം 1/3 എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് √2ഉം ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1/3 എന്നുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം, നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് എന്താ ആൽഫ ബീറ്റയാണ് അല്ലേ? അതെ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇവിടെ x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം √2 കൊടുക്കാം. എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1/3 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇവിടെ ഒരെണ്ണം ഫ്രാക്ഷനാ അല്ലയോ? ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി എൽസിയം എടുക്കണം. ഇപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 1, ഇവിടെ ഡിനോമിനേറ്റർ 1. അപ്പൊ എന്ത് ചെയ്യാം? 3 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ × 3 മുകളിലും × 3, ഇവിടെ × 3 മുകളിലും എന്ത് ചെയ്യാം × 3 ആണോ? അതെ. അപ്പം മുകളിൽ 3x² എന്ന് വരുന്നു, താഴെ 3 മൈനസ് 3√2x ഡിവൈഡ് ബൈ 3 എന്ന് വരുന്നു, പ്ലസ് 1/3 എന്ന് വരുന്നു, ഈക്വൽ ടു 0 ആണോ? ഇനി 3x² മൈനസ് 3√2x പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x² മൈനസ് 3√2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 × 3 ആണോ? അപ്പം 0 × 3 എന്ന് പറയുമ്പോൾ 3 തന്നെ. അപ്പോൾ 3x² മൈനസ് 3√2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താ? 0. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. കഴിഞ്ഞു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അവർ തന്നിരിക്കുന്നത് മൂന്നാമത്തെ തന്നിരിക്കുന്നത് 0ഉം √5 ആണ്. 0ഉം √5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ആണ് 0 തന്നിരിക്കുന്നത്, ആൽഫ ബീറ്റ എന്ന് പറയുന്നത് √5 ആണ് തന്നിരിക്കുന്നത്. ബേസിക് നമ്മുടെ ജനറൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് എന്താ ആൽഫ ബീറ്റ. അപ്പം x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 0x പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ √5 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ x² ഈ ടേം ഒന്ന് 0 ആയപ്പോൾ x² പ്ലസ് √5 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? രണ്ടിടത്ത് ഈക്വൽ ടു ഇടാൻ പാടില്ല കേട്ടോ. അതായത് ഒരാൾ ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് ഈക്വൽ ടു ഇടാൻ പാടില്ല. ഞാൻ ഒരുമിച്ച് ഒറ്റ ലൈനിൽ എഴുതിയെന്നുള്ളൂ. ശരിക്കും ഇത് രണ്ടായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ. അതായത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് പിന്നീടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്?
എക്സ് സ്ക്വയർ മൈനസ് എന്താ ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ നമ്മൾ സാധാരണ ചെയ്യാറ്? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ പോരെ. ഇതല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? അതെ. മോനെ കെമിസ്ട്രിയുടെ നമ്മൾ തുടങ്ങിയില്ല. കെമിസ്ട്രി നമ്മൾ നാളെ ഫിസിക്സിൻ്റെ ന്യൂമറിക്കലും കൂടെ ചെയ്തിട്ട് മറ്റന്നാളെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്തേ. 1 x square minus 1x plus 1 equal to 0. അതെ. അതേപോലെ അടുത്തൊന്ന് ചെയ്ത് നാലാമത്തെ -1/4 1/4. Four x square plus x plus 1. നോക്കാം. പി ഓഫ് എക്സിനെ നമ്മൾ എന്താ ജനറൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇത് ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണെന്നൊക്കെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ പ്ലസ് ബീറ്റ നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് 1/4 എക്സ് പ്ലസ് ആൽഫ ബീറ്റ 1/4 0. അവിടെ നിന്ന് എക്സ് സ്ക്വയർ ഇവിടെ ഈ മൈനസും ഈ മൈനസും ചേർത്ത് പ്ലസ് 1/4 എക്സ് പ്ലസ് 1/4 0. ഇവിടെ മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്റർ കോമൺ ആക്കാൻ. രണ്ടിടത്തും 4 ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റു 4 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 4x സ്ക്വയർ പ്ലസ് 1x പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 4 ആക്കാം. 0 ഇങ്ങോട്ട് പോകുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 1x പ്ലസ് 1 0. ഇതാണ് എഴുതിയത്. അതെ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു. 4ഉം 1ഉം x square minus 4x plus 1 equal to 0. ഓക്കെ, നോക്കാം. പി ഓഫ് എക്സ് ജനറൽ ഫോം എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ ബീറ്റയാണ്. അവിടെ നിന്ന് അത് 0 ഈക്വേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 1 = 0. കഴിഞ്ഞില്ലേ? ഇത്ര അല്ലേ ഉള്ളൂ. കുറച്ച് വേർഡ് പ്രോബ്ലം വരാം.
ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. ഇതുവരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളെല്ലാം ചെയ്തത്. എന്നാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. നോക്കിയോളൂ. ചെയ്യാൻ പാടായിരിക്കും. എനിവേ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ചിലപ്പോൾ ചെയ്യാൻ പറ്റും, നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് each of the following quadratic polynomial and verify the relation between the zeros and coefficient. നമ്മൾ ഇന്ന് പഠിപ്പിച്ചതിൽ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലത്തെ, അതായത് മാനുവലി ചെയ്ത് നോക്കണം. മാനുവലി ചെയ്തിട്ട് കിട്ടുന്ന സീറോസ് തന്നെയാണോ സമം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതെന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് വെരിഫൈഡ് ആണ്. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തരാം, നോർമൽ ക്വസ്റ്റ്യൻസ് അല്ല. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് പഠിച്ചോളൂ. Q of x is equal to √3x² plus 10x plus 7√3. ഇതൊന്നും കണ്ടുപിടിക്കും.
കിട്ടുന്നുണ്ടോ? ലാസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട്, ചെയ്ത് നോക്കാം, നോക്കിക്കോളൂ. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് √3യും ബി എന്ന് പറയുന്നത് 10ഉം സി എന്ന് പറയുന്നത് 7√3യുമാണ് അല്ലേ? നമുക്കറിയാം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. മാനുവലി ആദ്യം ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു 7 ഇൻറ്റു √3 ആണോ? അതെ. √3 ഇൻറ്റു √3 ചെയ്യുമ്പോൾ 3 കിട്ടും ആണോ? അറിയാമോ? അതറിയാമോ? √3 ഇൻറ്റു √3 3 ആണ്. അറിയാം. ഓക്കെ. 3 ഇൻറ്റു 7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് 21. സമ്മ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? സമ്മ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 വരണം, രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 10ഉം വരണം. സിമ്പിളി രണ്ടും പോസിറ്റീവ് ആണ്. 7 ഇൻറ്റു 3 ഇട്ട് കൊടുത്താൽ മതി. 7 + 3. ഓക്കെ. ഓക്കെ. ഇതൊക്കെ ചെയ്തായിരുന്നോ? അതൊക്കെ ശരി. ഓക്കെ. അപ്പം ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. √3x² പ്ലസ് 7x പ്ലസ് 3x പ്ലസ് 7√3 ആണോ? അതെ. ഓക്കെ. ഇവിടെ ഒന്ന് എക്സ് പുറത്തെടുത്തു. എക്സ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി √3x പ്ലസ് 7 ആണോ? ആണോ? അതെ. ഇനിയാണോ ഡൗട്ട്? ഇത് കഴിഞ്ഞിട്ടുള്ളതാണോ ഡൗട്ട്? മറ്റേ ആൽഫ വെരിഫൈ ചെയ്യണ്ട അവിടെ. ഇത് ഡൗട്ട് ഇല്ല. അപ്പൊ ഇതെന്താ? അടുത്ത എന്താ? ഇത് കുഴപ്പമില്ല. ഇതെന്താ? പ്ലസ് √3 ഇൻറ്റു √3 പ്ലസ് 7. അതെങ്ങനെ √3 എന്ന് പറഞ്ഞ് മനസ്സിലായത്? √3 ഇൻറ്റു √3 3 ആവൂല. 3 √3 അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതാം. എന്താ? √3 √3നെ √3 ഇൻറ്റു √3x പ്ലസ് എന്താ? 7√3. അടുത്ത സ്റ്റെപ്പിൽ കോമൺ എടുത്താൽ മതി. √3x ഒരുമിച്ച് എഴുതിക്കുക. അറിയാമെങ്കിൽ ഒരുമിച്ച് എഴുതിക്കോ. √3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ √3x പ്ലസ് 7 ആണോ? വീണ്ടും √3x പ്ലസ് 7 കോമൺ എടുക്കുന്നു, രണ്ടിടത്ത് വന്നു. അപ്പോൾ ബാക്കി എന്ത് വരും? x പ്ലസ് √3 എന്ന് വരുന്നു. ഈസിക്വൽ ടു 0. ഇവിടെ ഈസിക്വൽ ടു 0 ഉണ്ട്, അത് കിട്ടില്ല. ഓക്കെ. ഇനി നോക്കിയാൽ ഇവിടെ √3x പ്ലസ് 7 ഈസിക്വൽ ടു 0 എന്ന് വരും. ഈസിക്വൽ ടു 0. അവിടുന്ന് √3x ഈസിക്വൽ ടു -7. അവിടുന്ന് x ഈസിക്വൽ ടു -7 ഡിവൈഡ് ബൈ √3 എന്ന് വരും. ഓക്കെ. അടുത്തത് x പ്ലസ് √3 ഈസിക്വൽ ടു 0. അവിടുന്ന് x ഈസിക്വൽ ടു -√3 എന്ന് വരും. ആണോ? ഇനിയും നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് -7/√3യും ബീറ്റ എന്ന് പറയുന്നത് -√3യുമാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുമ്പോൾ -7/√3 പ്ലസ് -√3 എന്ന് വരുന്നു. LCM എടുക്കാം. LCM എടുക്കുമ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -7 പ്ലസ് -√3 ഇൻറ്റു √3 ഹോൾ ഡിവൈഡ് ബൈ √3 എന്ന് വരും. ആണോ? ഈസിക്വൽ ടു -7 പ്ലസ് എന്താ? -3 ഹോൾ ഡിവൈഡ് ബൈ എത്രയാ? √3. അപ്പോൾ നമുക്ക് -10/√3 എന്ന് വരും. ആണോ? ഇനി ആൽഫ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും -7/√3 ഇൻറ്റു -√3 ആണ്. √3 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ -+++7 ആണോ? അതെ. ഓക്കെ. ഇനി നമുക്ക് മാനുവലി ചെയ്ത് നോക്കാം. നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും -b/a ആണ്. ഇവിടെ b എന്ന് പറയുന്നത് എന്താണ്? b എന്ന് പറയുന്നത് 10 ആണ്. 10 വരും. അപ്പോൾ -10 ഡിവൈഡ് ബൈ a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് √3 ആണ്. അത് നമ്മൾ എഴുതി. കറക്റ്റ്. മാനുവലി അത് തന്നെ കിട്ടി, അല്ലാതെ അത് തന്നെ കിട്ടി. ഇനി ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a ആണ്. കോൺസ്റ്റന്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? കോൺസ്റ്റന്റ് ടേം 7√3 ആണ്. ആണോ? 7√3 ആണ്. a എത്രയാണ്? √3 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7. ഹെൻസ് എന്താണ്? The relationship between coefficient and zeros are verified. എവിടാ തെറ്റിയത്? ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞേ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a അത് അവിടെ നിന്നിട്ട് -b/a എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ എയും ബിയും ഒക്കെ എഴുതിയിട്ടുണ്ട്.
10 ആണ് അവിടെ വരുന്നത്. അപ്പം -10 എത്രയാ? അല്ല -10/√3. ആ അത് ഓക്കെ അല്ലേ? ആ ഓക്കെ. എഴുതിക്കോ. കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ സെയിം തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ. f of x is equal to x square minus √3 plus 1 into x plus √3.
കിട്ടുന്നില്ല. ഇപ്പൊ കഴിയും. ഓക്കെ. കഴിഞ്ഞു. ഓക്കെ, കിട്ടിയോ? ആ കിട്ടി. വെരിഫൈ ആയല്ലോ. ആയി. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് ചെയ്തോ അതോ? കിട്ടി. ഓക്കെ, എന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാം. A1 ബി എന്താണ്? ബി എന്ന് പറയുന്നത് -√3+1 അല്ലേ? -√3+1. അതേപോലെ സി എന്ന് പറയുന്നത് √3. ഓക്കെ ആണോ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്താ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് A × C. എത്ര കിട്ടിയേ? 1 × √3 = √3. √3 ഇനി സം എന്താ കിട്ടിയേ? സം ബി എന്ന് പറയുമ്പോൾ -√3+1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വരേണ്ടത്? രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? √3യും രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടണം? -√3+1 കിട്ടണം. ആണോ? അതെ. ഏതൊക്കെ എടുക്കാം? 1ഉം √3യും. 1 √3 എടുത്ത് കഴിഞ്ഞാൽ മൈനസ് കിട്ടുമോ? 1 √3 എടുത്ത് കഴിഞ്ഞാൽ √3 കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. -√3+1 കിട്ടുമോ? -1ഉം -√3. തെറ്റിയോ അവിടെ? ആ ഓക്കെ. അപ്പോൾ ഇവിടെ തെറ്റിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. ഈ ഭാഗത്ത് എല്ലാവർക്കും തെറ്റിക്കുന്നതാണ്. ഓക്കെ, അപ്പം നോക്കിയോ, -1 -√3. അതെങ്ങനെയാണെന്നറിയോ -√3+1 വന്നേ? അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മൾ മൈനസ് കോമൺ എടുക്കും. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ? 1 + √3 എന്നായിരുന്നു. അതായത് 1 + √3നെ നമുക്ക് എന്താ എഴുതാം? √3+1 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ x² മൈനസ് എന്താണ് 1x മൈനസ് √3x പ്ലസ് √3 ഈക്വൽ എന്താ? 0. ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ x കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 1, ഇവിടെ -√3 കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 1 ആണ് ഈക്വൽ 0. അവിടെ നിന്ന് x - 1 വീണ്ടും കോമൺ എടുത്തു കഴിഞ്ഞാൽ x - √3 എന്ന് വരും ഈക്വൽ 0. അവിടെ നിന്ന് x - 1 0, x = 1, x - √3 0, അവിടെ നിന്ന് x = +√3. ഇനിയും നമുക്ക് എന്താ വെരിഫൈ ചെയ്യണം. ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആൽഫ പ്ലസ് ബീറ്റ 1 + √3 എന്ന് കിട്ടും മാനുവലി ചെയ്യുമ്പോൾ. ഇനി ആൽഫ × ബീറ്റ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 × √3 എന്ന് കിട്ടും, അതായത് √3 തന്നെ. ഇനി ഇക്വേഷൻ വഴി ചെയ്യുമ്പോൾ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും -b/a ആണ്. -b എന്ന് പറയുമ്പോൾ എന്താ? -b എന്ന് പറയുമ്പോഴത്തേക്കും എന്താ കിട്ടുക? -b എന്ന് പറയുമ്പോൾ ഓക്കെ, -√3 ഇല്ലേ +1 എന്ന് വരും. ആണോ? അതെ. ബൈ a എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? a എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 1 ആണ്. 1. 1. അപ്പം ഇത് +√3+1 എന്ന് വരും. ആണോ? അതെ. /1. അപ്പം +√3+1 എന്ന് പറഞ്ഞാൽ എന്താ? 1 + √3 എന്ന് തന്നെ എഴുതാം. കണ്ടോ? അത് മാനുവലി ചെയ്തപ്പോൾ നമുക്ക് അത് തന്നെ കിട്ടിയത്. ഇപ്പോഴും അത് തന്നെ കിട്ടിയത്. ഇനിയും ആൽഫ × ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് c/a ആണ്. c എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? c എന്ന് പറയുമ്പോൾ √3 ആണ്. √3 / 1 √3. കണ്ടോ? ഇവിടെയും √3, ഇവിടെയും √3. ക്ലിയർ?
ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. ഞാൻ കുറച്ച് വർക്കൗട്ടും കൂടെ ഒന്ന് തരാമേ, അതും കൂടെ ഇത് വർക്കൗട്ടായിട്ട് അങ്ങ് എഴുതിയെടുത്താൽ മതിയേ. ഡെയിലി മാത്സ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഡെയിലി മാത്സ് ഒരു 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണം ഡെയിലി. ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല, അപ്പോൾ പിന്നെ മാർക്ക് കിട്ടത്തില്ല. ഡെയിലി ഒരു 45 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മാത്സ്. അരമണിക്കൂറില്ല, മാക്സിമം 45 മിനിറ്റ് എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ചെയ്യണം. അപ്പം നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചെയ്യുക. പിന്നെ ചെയ്യാൻ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരും, അതൊന്ന് ചെയ്താൽ മതി. ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. മാത്സിനെ നമ്മൾ കീഴടക്കുക. മാത്സ് ഇപ്പം കണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തെറ്റുന്നു. ഇപ്പം ഇതിപ്പം നമ്മൾ പാടുള്ള ക്വസ്റ്റ്യനകത്ത് ഏറ്റവും പാടുള്ളതിനകത്ത് ഏറ്റവും എളുപ്പം ഇപ്പോൾ ചെയ്യിപ്പിച്ച 3 എണ്ണം. ഇനി അങ്ങോട്ടേക്ക് പാടുള്ളത് ചെയ്യിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇത് ഹോംവർക്കാണ്. g of x = a into x square plus 1 minus x into a square plus 1. ഇതൊരു ക്വസ്റ്റ്യൻ. അടുത്തത് h of s = 2a square minus 1 plus 2a square minus 1 plus 2a square minus of 1 plus 2 root 2 into s plus root 2. അതേപോലെ തന്നെ f of v = v square plus 4 root 3v minus 15. അതേപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ തരാം. p of i സമയം പോലെ ചെയ്താൽ മതി, ഞായറാഴ്ചത്തേക്ക് ചെയ്താൽ ആഴ്ച ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം 2 ക്വസ്റ്റ്യൻ ചെയ്യാനേ പറ്റുള്ളൂ. അതിനകത്ത് അത്ര ചിലപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ 3/4 മണിക്കൂർ പോകും. എന്തായാലും നോക്കുക. y square plus 3 root 5/2y minus 5. ഒറ്റ ഒരെണ്ണം കൂടെ തരും, 5 എണ്ണമാണ്. q of y = 7y square minus 11/3y minus 2/3. ഇത്രയും സാധനങ്ങൾ ചെയ്യണം, ട്രൈ ചെയ്യണം. ഒരു ക്ലാസ്സും കൂടെ നമുക്ക് വേണ്ടി വരും. ഞാൻ നോക്കട്ടെ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ദിവസം കൂടെ എടുത്തിട്ട് ചാപ്റ്റർ തീർക്കാം. ഓക്കെ. അപ്പോൾ ഈ 5 ഹോംവർക്ക് എഴുതിയെടുത്തോ? എഴുതി. കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? ഡിഫിക്കൽട്ടാണ് തോന്നുന്നു. ഡിഫിക്കൽട്ടാണ്. അപ്പം ഞാൻ ഇതുവരെ ഇപ്പം ഈ തന്ന 3 എണ്ണം ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞെങ്കിലും അതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, ചെയ്യാൻ പറ്റി. ഇവിടെ മുതൽ അങ്ങോട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഇതിൽ 1-2 എണ്ണമൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് പാടാം. എന്തായാലും ട്രൈ. നേരത്തെ നമ്മൾ എന്താണ് ചെയ്തത് അത് തന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് ട്രൈ ചെയ്യണം. നമ്മൾ മാത്സിനെ കീഴടക്കാനാണ് നോക്കേണ്ടത്. കീഴടക്കാൻ നമ്മൾ ശ്രമിച്ചില്ല, കുറച്ച് നേരം നമ്മൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, മടിയനായി പോകും. നമ്മളത് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ 3/4 മണിക്കൂർ മാത്സിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് കിട്ടുന്നത് നമുക്ക് എന്താ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടേ കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് മാത്സിന് 3/4 മണിക്കൂർ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ അരമണിക്കൂർ അതും കൊണ്ട് അങ്ങ് ഇരിക്കണം. എന്നിട്ട് അതിൽ ചെയ്തിട്ട് അവിടെ നിന്ന് എണീക്കാവും. എന്നിട്ട് ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളേ ഉള്ളൂ. ഓക്കെ. എന്നാൽ നമുക്ക് തൽക്കാലം ഇങ്ങനെ നിർത്താം.